തിരുവനന്തപുരം കോർപ്പറേഷൻ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന രണ്ടാംഘട്ട ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിലിറങ്ങി. രണ്ടാം ഘട്ടമായി 20 ഇലക്ട്രിക് ഓട്ടോകളും വിതരണ സജ്ജമായിട്ടുണ്ട്. ഡീസൽ ബസ്സുകൾ മാറ്റി ഹരിതവാഹനങ്ങൾ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ് പദ്ധതിയെന്ന് മന്ത്രി എം ബി രാജേഷ്. ഇപ്പോൾ സ്മാർട്ട് സിറ്റി പദ്ധതിയെ ഇങ്ങനെയൊരു കാഴ്ചപ്പാടോടുകൂടി കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിൻ്റെ കാഴ്ചപ്പാടോടുകൂടി തിരുവനന്തപുരം കോർപ്പറേഷന് സമീപിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഈ ഇലക്ട്രിക് വെഹിക്കിൾ, ഇലക്ട്രിക് ബസ്സുകൾ KSRTCക്ക് ബസ് വാങ്ങിക്കൊടുക്കുന്നത് മാത്രമല്ല, ഓട്ടോകൾ 100 ഓട്ടോയും കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കാർബൺ എമിഷൻ കുറഞ്ഞ നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റുക എന്ന വലിയ ഒരു കാഴ്ചപ്പാട് പ്രയോഗത്തിൽ വരുത്താൻ സ്മാർട്ട് സിറ്റിയുടെ സാധ്യതകളെ ഉപയോഗിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ചെയ്തത്. KSRTC ശമ്പള പ്രശ്നം പരിഹരിക്കുമെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. KSRTCയുടെ ദാരിദ്ര്യമൊക്കെ മാറും, നിങ്ങൾ പേടിക്കേണ്ട. ശമ്പളവും 1-ാം തീയതി കഴിഞ്ഞാൽ ഉടനെ മാറും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനുള്ള എല്ലാ പിന്തുണയും തന്നിട്ടുണ്ട്. അത് എനിക്ക് ചില നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകും. KSRTC ജീവനക്കാർ 1-ാം തീയതി കഴിഞ്ഞ് 5-ാം തീയതിക്ക് മുമ്പേ ശമ്പളം വാങ്ങും. ഇന്നലെ ഗവൺമെന്റ് ശക്തമായ തീരുമാനമെടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ അടുത്തൊരു വർഷത്തേക്ക് കോഓപ്പറേറ്റീവ് ബാങ്കുകളുടെ കൺസോർഷ്യം വഴി പെൻഷൻ കൊടുക്കാനുള്ള നടപടിയായിട്ടുണ്ട്. പെൻഷൻ ഇല്ലാന്നുള്ള പരാതി പോയി. ഒരു മാസം 35 ലക്ഷം രൂപ മാറ്റി വയ്ക്കുന്നുണ്ട്. ആദ്യം പെൻഷൻ പറ്റിയവർക്ക് ആദ്യം എന്ന നിലയിൽ KSRTC ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങളും റിലീസ് ചെയ്യാൻ അത് യാതൊരു പ്രയോറിറ്റി ഇല്ല. മന്ത്രി മാനേജർ ഒരു പൈസ മാറ്റാനാകൂല. ഞാൻ അതിന്റെ ലിസ്റ്റ് തയ്യാറാക്കി ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് കൊടുത്തു കഴിഞ്ഞു. ആ സീനിയോറിറ്റിയിൽ എല്ലാവർക്കും തരും. അസുഖവും പല കാരണങ്ങളുണ്ട്, അതൊന്നും നമ്മൾ കൗണ്ടർ ചെയ്യുന്നില്ല, എല്ലാം കൊടുക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.